ഹലോ ഗായ്സ്, അപ്പോൾ ബ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർ കോളേജ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ക്യാമ്പസ് ടൂർ മീൻസ് ക്യാമ്പസ് ടൂർ. ഈ ഒരു ക്യാമ്പസ് ടൂർ ഞാൻ എല്ലാ കോളേജിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആചാര്യൻ്റെയും അതുപോലെ സപ്തഗിരി അതുപോലെ കുറേ കോളേജസ് ഉണ്ട് ബാംഗ്ലൂരിൽ. അപ്പോൾ തുടക്കം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ്. പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവലൊക്കെ ചെയ്ത് പോയി കണ്ട് മൈസൂർ ഇവിടെയൊക്കെ പോയി കണ്ട് എടുക്കാം. പക്ഷേ അത് നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം. പിന്നെ അപ്പോൾ ഈ ആർ കോളേജിൻ്റെ വീഡിയോസും കാര്യങ്ങളും ആർ കോളേജിൻ്റെ അല്ല ഈ കോളേജിൻ്റെ വീഡിയോസും കാര്യങ്ങളും ക്യാമ്പസ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലാണ് ഇടുന്ന ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ആർ കോളേജിൻ്റെ വിസിറ്റ് ചെയ്ത വീഡിയോ. ഇനി ഇതിൽ സപ്തഗിരി വരും, ആചാര്യ വരും, കുറേ കോളേജുകൾ ഈ ഒരു ഇതിൽ തന്നെ വരും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസും കാര്യങ്ങളും കോളേജിനെ കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെന്താ പറയുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോളേജിൽ ഞാൻ ഇന്ന കോളേജ് അടിപൊളിയാണ്, ഇതിൽ അഡ്മിഷൻ എടുത്തോളി, സെറ്റാണെന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് ഈ കോളേജ് കണ്ടിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക. കോൺടാക്ട് നമ്പറും ഉണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പറും സെയിം ആണ്. പിന്നെ എൻ്റെ ബബ്ലുവാസി ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, വീഡിയോ കണ്ടിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ കേട്ടോ റെയിൽവേ സ്റ്റേഷനും വരുന്നത്. അപ്പോൾ നാട്ടിലേക്ക് പോകാനും വരാനൊക്കെ എളുപ്പമാണ്. കോളേജ് ഇതാണ് കേട്ടോ, RR ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച തന്നെ. അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ട്രെയിന് വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ RR കോളേജിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അധികം വീഡിയോ ലെങ്ത് ആണെന്ന് വിചാരിച്ചിട്ടേ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. ഇത് കോളേജിൻ്റെ ബാക്കത്തെ ഗേറ്റാണ് തോന്നുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗേറ്റ്. ഇത് ഫ്രണ്ടാണോ ബാക്കാണോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൽ കൂടെ വരലും പോക്കൊക്കെ ബൈക്കും കാറൊക്കെ കയറ്റിട്ടോ ഇതിൻ്റെ അകത്തേക്ക്. ഇവിടെ എന്തൊക്കെ കോഴ്സുകളെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എൻജിനീയറിംഗ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, പോളിടെക്നിക്ക്, ഫാർമസി, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ ഇതൊക്കെ ഉണ്ട്. ഇത് NAC അഗ്രിഗേറ്റഡ് ആണ്. A+ ഗ്രേഡൊക്കെ ഉള്ള കോളേജ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. മാനേജ്മെൻറ്റ് കോഴ്സാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. പിന്നെ നഴ്സിംഗും ഉണ്ട്. മലയാളീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പോണതൊക്കെ മലയാളീസാണ്. ക്യാമ്പസ് എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ഞാൻ കുറേ കോളേജ് കണ്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ. അതിൽ എന്താ പറയുക, പിന്നെയും മെച്ചപ്പെട്ട കോളേജിലൊന്നാണിത്. ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സെറോക്സ് ഷോപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രിൻ്റൊക്കെ എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ എടുക്കുക. പിന്നെ ഈ RRൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കോമ്പൗണ്ടും ഓരോ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എനിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നമ്മളെ എൻജിനീയറിങ് ഒക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് വന്നത് കേട്ടോ. ഞാനിതിൻ്റെ അഡ്മിഷൻ ഓഫീസൊക്കെ ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. ഉണ്ട്, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. ഇതാണ് അതിൻ്റെ ഓഫീസ് തന്നെ. ഇതിങ്ങനെ ഒരു കോമ്പൗണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ഔട്ട് ഗേറ്റ് കേട്ടോ. ഇൻ ഗേറ്റ് നമ്മൾ നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അവിടെ കുറച്ചപ്പുറത്ത് നമ്മളെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, അവിടെയാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു കോമ്പൗണ്ടാണ് വരുന്നത്. ഇത് കോളേജിൻ്റെ എന്തോ ഒരു സ്റ്റേജ് സെറ്റപ്പ് ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ചിലർ വർത്തമാനം പറയുന്നുണ്ട്. ഇവിടെ ക്യാൻറ്റീൻ വരുന്നുണ്ട് കേട്ടോ. RRൻ്റെ ക്യാൻറ്റീൻ അവിടെ വരുന്നത്. കോളേജിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ മേലെ എന്തൊക്കെയാണ് സ്പോർട്സിൻ്റെ ഇതിൻ്റെയൊക്കെ ലാബും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ കോളേജിൻ്റെ ടർഫ് വരുന്നുണ്ട്. ടർഫൊക്കെ ഉണ്ട്. അപ്പോൾ ചെക്കന്മാർക്ക് കളിക്കാനൊക്കെ ഇവിടെ തന്നെ കോളേജിൻ്റെ അകത്ത് തന്നെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ടർഫ് തന്നെ ഉണ്ട് അറിയാം. അതൊരു കാര്യമായി. ഇതിൻ്റെ അകത്ത് തന്നെ ബാസ്കറ്റ് ബോൾ കോർട്ടും ഗ്രൗണ്ടും വരുന്നുണ്ട് കേട്ടോ. ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് കോളേജിൻ്റെ ക്യാൻറ്റീൻ്റെ അകം. ഉണ്ടോ?
നോക്കാം. ഇതന്നെ കേട്ടോ ക്യാമ്പസ്. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം കുഴപ്പമില്ല. പഠിച്ചു വിചാരിച്ചിട്ട് മോശം എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലീനിങ് ഉണ്ട് തോന്നുന്നു ഡെയിലി ഇവിടെ. അതിൻ്റെതായ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇതാട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ക്യാമ്പസ്ക്ക് ഇതിൻ്റെ തന്നെ വേറെ കോമ്പൗണ്ടിക്ക് പോകട്ടോ. RR ക്യാമ്പസ് തന്നെയാണ്, പക്ഷെ വേറെ കോമ്പൗണ്ടാണ് തോന്നുന്നു. ഇതുണ്ട്, ഇതാണ് RRൻ്റെ മെയിൻ മറ്റേ കവാടമുള്ള രീതിയിൽ. ഇവിടുന്ന് ഓരോ ക്യാമ്പസിക്കും ഓരോ ഗേറ്റാണ്. ഇതിപ്പോൾ ക്യാമ്പസ് 2 ആണ്. ഈ മറ്റേ ക്യാമ്പസ്ക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ കോളേജിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ മലയാളീസിൻ്റെ മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. PG ആണെന്നുണ്ടെങ്കിൽ മലയാളീസിൻ്റെ PGയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ ഫസ്റ്റ് ക്യാമ്പസ്. മറ്റേ നമ്മൾ സെക്കൻഡ് ക്യാമ്പസിലായിരുന്നു. 2 കോമ്പൗണ്ടായിട്ടാണുള്ളത്. കാരണം മെഡിക്കലൊക്കെ ഇവിടെ തോന്നുന്നു. മെഡിക്കൽ അതുപോലെ നഴ്സിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. ഈ ഒരു കോമ്പൗണ്ടിലായിരുന്നു. ഇങ്ങനെ 2 കോമ്പൗണ്ടായിട്ടാണ് വരുന്നത്. ഇതാട്ടോ ക്യാമ്പസിൻ്റെ അകം വരുന്നത്. അവിടെയാണ് കോളേജ് ഓഫ് ഫാർമസി വരുന്നത്. ഫാർമസി ഒക്കെ അവിടെയാണ്. പിന്നെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് ലേഡീസ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റലും വരുന്നത്. അതുകൊണ്ട് വീട്ടുകാർക്കൊക്കെ ഇനിയിപ്പോൾ പേടി വേണ്ട, ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ഇവിടെ ഏതൊരു മൊപ്പ് ചങ്ങായിക്ക് ഉണ്ട്. പിന്നെ ഇതും കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. ഇവർക്കൊരു സ്നാക്സും സ്റ്റേഷനറീസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഒരു കട. അപ്പുറത്ത് നേഴ്സിങ്ങിൻ്റെ പുതിയ ബിൽഡിങ്, എന്തോ ബിൽഡിങ് ഉണ്ടാക്കുന്നു. ഇതാട്ടോ ഓഫീസ് വരുന്നത്. ഇതിൻ്റെ എന്തായാലും രസം ഓഫീസ്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു വോൾ ക്യാമ്പസിൻ്റെ ഓഫീസ്. വോൾ ക്യാമ്പസ് അല്ല, ഈ ഒരു കോമ്പൗണ്ട് 1ൻ്റെ കോമ്പൗണ്ട് 2 ആണ് നമ്മൾ നേരത്തെ കണ്ട്. അതിൻ്റെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടായിരുന്നു ഓഫീസ്. അപ്പോൾ ഇതൊക്കെയാണ് RR കോളേജിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു വരാനുള്ളൊരു, അതായത് അഡ്മിഷൻ എടുക്കാനും കുട്ടികൾക്ക് കോളേജിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓഫീസിൽ പോയിട്ട് ഓലെ കൊണ്ട് പറയിപ്പിക്കാൻ, ഓലെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും അവൻ്റെ കോളേജ് അടിപൊളിയായിട്ടല്ലേ കാണുള്ളൂ, അല്ല പറയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വന്നിങ്ങനെ കാണാൻ കുറേ ചിലവും കാര്യങ്ങളൊക്കെ ഇല്ലേ. എനിക്കിപ്പോൾ ആ ചിലവില്ലല്ലോ, ഞാൻ അവിടെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക. വേണമെന്നുള്ളൊരു മെസ്സേജ് അയക്കുക. കോളേജിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുക, ഏതൊക്കെ കോഴ്സുണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. എനിക്ക് DM-ലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എന്തായാലും നമ്പർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ.